ഇന്നൊരു മന്ത്ലി റീസെറ്റ് വീഡിയോ ആണ്. ജാനുവരി കഴിഞ്ഞിപ്പോൾ ഫെബ്രുവരി ആയി. അപ്പോൾ ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിക്ക് എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ജേർണലിംഗ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജേർണലിംഗ് ചെയ്ത് ഇമ്പ്രൂവ് ആക്കാൻ നമുക്ക് കുറേ പേജസ് ഉണ്ടല്ലോ, ഓരോ പേജസും ചെയ്ത് ഇമ്പ്രൂവ് ആക്കാമല്ലോ എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ജേർണലിംഗ് ചെയ്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും കുഞ്ഞു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് എഴുതാൻ തുടങ്ങുകയാണ്. എഴുതുന്നതിൻ്റെ മുന്നേ എന്തൊക്കെയാ വേണ്ടത് എന്തൊക്കെയാ വേണ്ടാത്തത് എന്നൊക്കെ നോക്കി എടുത്ത് വെക്കുന്നുണ്ട്. അതാവുമ്പം ഈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത് വേണമല്ലോ എന്ന് വിചാരിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം മുന്നിലുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഷൂട്ട് ചെയ്തത് 31 ജാനുവരി ഒരു ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈവനിങ് ആ ഒരു സമയത്താണ് അയ്യോ ഇത് ചെയ്തില്ലല്ലോ എന്നൊക്കെ ഓർമ്മ വന്നത്. അപ്പോഴേക്കും റൂമിലെ വെളിച്ചമൊക്കെ ഭയങ്കര കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സൈഡ് ടേബിളും എടുത്തിട്ട് മേലെ കുറച്ച് വെളിച്ചമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ച 2 വാഷി ടേപ്പാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതൊരു പിങ്ക് തീമും സ്ട്രോബെറീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫെബ്രുവരി ഈ സ്പ്രെഡ് കുറച്ച് പിങ്ക് സ്ട്രോബെറീസ് അതൊക്കെ വെച്ചിട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ സ്ട്രോബെറീസിൻ്റെ കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളും ഉണ്ട്, പിങ്ക് വൈബ് വരുന്ന പേപ്പറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്ട്രോബെറി ഞാൻ മുന്നേ എപ്പോഴോ വരച്ചതാണ്. എന്തോ ഒരു വാട്ടർ കളർ പേപ്പർ വാങ്ങിച്ചപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി, എന്നിട്ട് കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കളർ കൊടുത്തൊന്നും പ്രത്യേകിച്ച് രസമില്ല, സ്പ്രെഡായി പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതിൽ 2 സെറ്റ് സ്ട്രോബെറിയും പിന്നെ ഒരു ആപ്പിളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുഞ്ഞ് 2 പിക്ചേഴ്സ് എടുക്കുക, വലിയ സ്ട്രോബെറി അവിടെ നിന്നോട്ടെ, ബാക്കി 2 സ്ട്രോബെറിൻ്റെ ആപ്പിളിൻ്റെ പിക്ചർ കട്ട് ചെയ്തെടുക്കാമെന്ന്. വേറെയും കുറേ പിക്ചേഴ്സൊക്കെ ഉണ്ട്. ആ പ്ലംസൊക്കെ നല്ല രസമുണ്ട്. പക്ഷേങ്കിൽ ഇപ്പം വേണോ എന്നുള്ള രീതിക്കാണ് ഞാൻ ആകെ 2 പിക്ചേഴ്സ് മാത്രം കട്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇനിയും മുറിച്ചെടുക്കാമല്ലോ. ഈ ഒരു ജേർണലിൻ്റെ പേജസിൻ്റെ GSM വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നമ്മൾ എന്തെങ്കിലും സ്കെച്ച് പെന്നുകൊണ്ടോ കുറച്ച് കട്ടിയായിട്ട് എന്തെങ്കിലും വരച്ചാൽ അത് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് കാണാൻ പറ്റും. കഴിഞ്ഞ ജേർണൽ സ്പ്രെഡിൽ ഞാൻ കുറച്ച് സ്റ്റാറും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കല ഇപ്പുറത്തെ സൈഡിലേക്ക് ഉണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ ഈ ഒരു ജേർണലിൽ കുറച്ച് സ്റ്റിക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാനാണ് വിചാരിച്ചത്. അതുകൊണ്ട് അത് കുഴപ്പമായിട്ട് തോന്നിയില്ല. അവിടെ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു പേപ്പറിലും സ്ട്രോബെറീസൊക്കെ കാണുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ ഒട്ടിക്കണ്ട, ഒരു വാഷി ടേപ്പിൻ്റെ ആ ഒരു വിധത്തിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണമെങ്കിൽ ഒട്ടിക്കുക എന്നുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ എന്ത് ചെയ്യണം എവിടെ ഒട്ടിക്കണം എന്നൊന്നും ഒരു പ്ലാനിങ് ഒന്നുമില്ല. ചെയ്യുമ്പം എവിടെയെങ്കിലും വേണമെങ്കിൽ ഒട്ടിക്കാം, അങ്ങനത്തെ രീതിക്ക് കട്ട് ചെയ്യാണ്. ഇനി ഇതാ മാഗസിൻ ലെറ്റേഴ്സിന് ഫെബ്രുവരി എന്ന വേർഡിൻ്റെ ലെറ്റേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ്. കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ ജാനുവരി കുറച്ച് ലോങ് ആയതുപോലെ എനിക്ക് തോന്നിയത്. കുറേ ടൈം എടുത്തു ആ ഒരു മന്ത് കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല, എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നി. ജാനുവരി ശരിക്കും പറഞ്ഞാൽ ഒരു ട്രയൽ പീരീഡ് ആയിരുന്നു. കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അതിൽ മാറ്റം വരുത്തണം ഇതിൽ മാറ്റം വരുത്തണം. പക്ഷേ എങ്കിൽ അങ്ങനെയൊന്നും നടക്കില്ല എന്ന് അറിയാം. എന്നാലും പ്ലാനിങ്ങിന് വലിയ കുറവൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നന്നാവും, എപ്പം വേണമെങ്കിലും റിസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഈ ന്യൂ ഇയറിന് റിസൊല്യൂഷൻസ് എടുക്കുന്ന നമ്മുടെ കലണ്ടർ മാറും, ഒരു ഫ്രഷ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പം നമുക്ക് റിസൊല്യൂഷൻസ് ഒക്കെ എടുത്താൽ നല്ലൊരു രസമാണ്, ഒരു തുടക്കം പോലെയൊക്കെയാണല്ലോ, അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ജാനുവരിയിൽ ശരിക്കും നല്ലോണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അടുത്ത വർഷം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ പറ്റിയാൽ ഫെബ്രുവരി ആയി ഒരു മന്ത്ലി റീസെറ്റ് അങ്ങനെ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതാ പെട്ടെന്ന് അതും ശരിയായില്ലെങ്കിൽ ഇതാ അടുത്ത ആഴ്ച ഒരു വീക്ക്ലി റീസെറ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഒന്നുമില്ല, നാളത്തെ ഒരു ദിവസം അതൊരു ഫ്രഷ് സ്റ്റാർട്ടാണല്ലോ, അന്നോട്ട് നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം ഹാബിറ്റ്സിലൊക്കെ. അല്ലെങ്കിൽ ഇതാ ഇപ്പം തന്നെ അങ്ങനെ ചെയ്തെടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ സ്റ്റാർട്ട് ചെയ്യാനാണ് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് വരിക. ഞാനിതാ കട്ട് ചെയ്ത മാഗസിൻ ലെറ്റേഴ്സൊക്കെ ഒരു പിങ്ക് പേപ്പറിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ വൈറ്റ് പേപ്പറിൽ ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ പിങ്കിൽ കണ്ടപ്പം കുറച്ചുകൂടി രസം തോന്നി. അതുകൊണ്ട് ഞാൻ അതിലൊട്ടിച്ച് അതിൻ്റെ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്.
ഇനിയാണ് ഈ ഫെബ്രുവരിയിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ എഴുതുന്നത്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് എന്ന് വെച്ച് ഇതൊക്കെ ഞാൻ ഫെബ്രുവരി 1 തന്നെ ചെയ്യും അങ്ങനെയല്ല കേട്ടോ. ഞാനിതിൽ എഴുതുന്നുണ്ട് 5:30 AM എണീക്കണം എന്ന് വെച്ച് ഞാൻ ഫെബ്രുവരി 1 ഞാൻ അന്ന് മുതൽ ഞാൻ 5:30 എണീക്കുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അങ്ങനെയല്ല. ഈ ഒരു ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാൻ 5:30 എണീറ്റ് പഠിച്ചിട്ടുണ്ടാവും. അതെൻ്റെ ഒരു ഹാബിറ്റിൽ വന്നിട്ടുണ്ടാവണം അങ്ങനെ. അതുപോലെ തന്നെ 5 hours സ്റ്റഡി റൊട്ടീൻ വേണം. മിനിമം 5 hours പഠിക്കണം എന്നുണ്ട്. അപ്പം ഞാൻ നാളെ തന്നെ എണീറ്റ് 5 മണിക്കൂർ അന്ന് തന്നെ ഇരുന്ന് പഠിക്കുക അങ്ങനെയല്ല. ഈ ഒരു ഞാൻ പറഞ്ഞ പോലെ ഫെബ്രുവരി ലാസ്റ്റ് ആകുമ്പോഴേക്കും ഞാനൊരു 5 hours എങ്കിലും ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും. ഇതിലൊക്കെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ടാവണം അങ്ങനെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിത് എഴുതിയപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് എഴുതിയത് ഡെസ്ക് മേക്ക് ഓവർ, റൂം ടൂർ അങ്ങനെയൊക്കെയാണ്. എനിക്ക് കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പം നെക്സ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അതിലേതെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ ഈ വീഡിയോ എടുത്തും പോയി. ഇനിയിപ്പോൾ ഫെബ്രുവരി റീസെറ്റൊക്കെ ഫെബ്രുവരി കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്. ഞാനൊരു വീഡിയോ എടുത്തു പോയിട്ടുണ്ട് അപ്ലോഡ് ചെയ്തോട്ടേന്ന്. അപ്പം കുറേ പേര് അപ്ലോഡ് ചെയ്തോന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന്. അതിൻ്റെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഞാനിത് എഡിറ്റ് ചെയ്ത് തുടങ്ങിയത്. എനിക്ക് ഈ 2 വാഷി ടേപ്പിൽ ഏത് വാഷി ടേപ്പ് ചൂസ് ചെയ്യുന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. ലാസ്റ്റ് ഞാൻ ഈ ഒരു വാഷി ടേപ്പ് ചൂസ് ചെയ്തു, ഒട്ടിക്കുകയും ചെയ്തു. പക്ഷേ എനിക്കൊരിത് തോന്നിയില്ല, ഒരു ഭംഗി തോന്നിയില്ല, വൈബ് കിട്ടിയില്ല. അപ്പം ഞാനിത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഒരു പോള് പോസ്റ്റ് ചെയ്തിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. അതിൽ ഡെസ്ക് മേക്ക് ഓവർ വേണോ, അത് കഴിഞ്ഞിട്ട് റൂം ടൂർ വേണോ, അല്ലെങ്കിൽ രണ്ടും ഒന്നിച്ച് വേണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. അതിൽ കൂടുതൽ റെസ്പോൺസ് വന്നിട്ടുള്ളത് രണ്ടും ഒന്നിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനും ഇനി അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത് ഒന്ന് കൺഫേം ആവുക. ഞാനിതൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ്. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ വളരെ വലുതായി പോയാൽ എനിക്ക് എന്തോ പോലെ തോന്നും. കാരണം എഡിറ്റ് ചെയ്ത് വരുമ്പം വലിയ വീഡിയോ ആകുമ്പം കുറേ ടൈം എടുക്കും. ഈ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ കുറേ ടൈം എടുക്കും. അപ്പോൾ അതനുസരിച്ച് ഞാൻ എങ്ങനെയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു 7th ഫെബ്രുവരി കൊണ്ട് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ എന്തായാലും ഒന്ന് ക്ഷമിക്കുക, കാത്തു നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അതെന്താ പോസ്റ്റ് ചെയ്യാത്ത, വേഗം പോസ്റ്റ് ചെയ്യും, 3 ദിവസമായില്ലേ പോൾ ഇട്ടിട്ട് ഇതെന്താ പോസ്റ്റ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സ്ട്രെസ്സാവും. എനിക്ക് ക്ലാസ്സിൽ പോകാനുണ്ട്. ക്ലാസ്സിൽ കഴിഞ്ഞ് വീട്ടിലെത്തിയാലും എന്തായാലും വൈകുന്നേരമാവും. നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് ലൈറ്റ് വേണമല്ലോ എല്ലാം ചെയ്യണമെങ്കിൽ. ലൈറ്റ് ഉണ്ടെങ്കിലാണ് വീഡിയോനൊരു വൈബ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ അധികവും ഈ സൺലൈറ്റൊക്കെ നാച്ചുറൽ ലൈറ്റൊക്കെ വരുന്ന സമയത്താണല്ലോ വീഡിയോ എടുക്കാറ്. നിങ്ങൾക്ക് വീഡിയോ ഫസ്റ്റ് മുതലേ കാണുന്നവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇന്ന് നല്ല കാലാവസ്ഥയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ പറയാറുണ്ട്. അപ്പം കാലാവസ്ഥ, ഈ സൺലൈറ്റ് അത് ഒരു ഘടകമാണ് ഞാൻ എടുക്കുന്ന വീഡിയോൻ്റെ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ സ്ട്രെസ്സാക്കല്ല. ഇനിയൊരു കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്താൽ പോരെ, അത്രയൊന്നും വെയിറ്റ് ചെയ്യണ്ടാലോ. അപ്പോഴേക്കും ഈ സ്ട്രെസ്സാവുമ്പോൾ വീഡിയോൻ്റെ ഒരു ഇത് കുറയും. എങ്ങനെയെങ്കിലും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം എന്നുള്ള രീതിക്കായിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഒക്കെ. അതുകൊണ്ട് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തായാലും വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം. നേരത്തെ നമ്മൾ വാഷി ടേപ്പിൻ്റെ വിത്തിൽ കട്ട് ചെയ്ത സംഭവം ഞാൻ എവിടെ വെച്ചിട്ടും എനിക്കങ്ങ് വൈബ് കിട്ടുന്നില്ല. അപ്പം ഞാൻ അതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ വേണ്ടാന്നുള്ള രീതിയിൽ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ അവിടെയും ഇവിടെയും വെച്ച് നോക്കുന്നുണ്ട്, എന്ത് എവിടെ വെച്ചാൽ ഭംഗി ഉണ്ടാവും എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അറിയില്ല എന്തെവിടെ വെച്ചാൽ ഭംഗിയാവുമെന്ന് അറിയില്ല. പിന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് സ്റ്റിക്ക് ചെയ്തിട്ട് രസമില്ല എന്ന് പറഞ്ഞ് എടുത്ത് മാറ്റിയതുണ്ടല്ലോ, അത് വേസ്റ്റ് ആക്കാൻ നല്ല മടിയുണ്ട്. അപ്പം ഞാൻ അവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഇവിടെ വെച്ചാൽ ഓക്കെ ആണോ. പക്ഷേങ്കിൽ നോ രസമില്ല. പിന്നെ കഴിഞ്ഞ സ്റ്റാർ വരച്ചതിൻ്റെ സ്റ്റെയിന് വന്ന സ്ഥലത്ത് ആ സ്ട്രോബെറി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആ ബുക്കിൻ്റെ പിക്ചറാണ് കട്ട് ചെയ്തിട്ട് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു റീസെറ്റ് ചെക്ക് ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട് സ്റ്റാർട്ട് റീഡിങ്. അങ്ങനെ ഞാനൊരു 1.5 വർഷമൊക്കെ ആയി ഒരു ബുക്ക് വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടൊക്കെ. അപ്പോൾ വലിയൊരു റീഡിങ് സ്ലംബിലാണ് ഉള്ളത്. അതിൽ നിന്നൊന്നും കരകയറണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മന്ത് എനിക്ക് എന്തായാലും ഒരു ബുക്കെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. കാരണം ഒരു ബുക്കെങ്കിലും എന്ന് പറയുന്നത് ഞാൻ ഒന്നും വായിക്കാറില്ല. കാരണം അത്രയും ഗ്യാപ്പ് വന്നു പോയതുകൊണ്ട് തന്നെ ഇതിലേക്ക് എത്താൻ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് ഈ ഒരു മന്തിൽ അതൊക്കെ ചെയ്യണം. ഇനിയും അതുപോലെ തന്നെ ഒരു കുഞ്ഞു പിങ്ക് പേപ്പർ എടുത്തിട്ട് കുറച്ച് ഹാബിറ്റ്സ്, റൊട്ടീൻസ് അതൊക്കെ എഴുതുന്നുണ്ട്. അതും കൂടെ എഴുതിയിട്ട് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. ഞാൻ ഈ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് വെറുതെ ടെറസിൻ്റെ മേലേക്ക് പോയപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ. അപ്പം ഞാൻ വിചാരിച്ചു ഫെബ്രുവരി തൊട്ട് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും
സ്കൈ ഒക്കെ ഒന്ന് കാണുക അങ്ങനെയൊക്കെ വിചാരിച്ചു. അപ്പം ഞാൻ അതും കൂടി എഴുതാം, നല്ല നല്ല രസം, ഒരു പോസിറ്റിവിറ്റി ഒക്കെ കിട്ടും, അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അതായത് കുഞ്ഞു കുഞ്ഞു ടാസ്ക്കാണ് ഞാൻ എഴുതുന്നത് കേട്ടോ. ഞാൻ അന്ന് സ്കൈ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അന്ന് എടുത്ത കുറച്ച് ക്ലിപ്സൊക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പം ഇതൊക്കെ കാണാമെന്ന് മനസ്സിലുണ്ടെങ്കിൽ രാവിലെ എണീക്കാൻ കുറച്ച് ത്രില്ലാവും. അപ്പം ഇനി തൊട്ട് ഇതൊക്കെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സൈഡിലായിട്ട് വാഷി ടേപ്പ് എടുത്തിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ഈ ഒരു വാഷി ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തത്. അതത്ര ഭംഗി തോന്നിയില്ല, പക്ഷേ ഇതിവിടെ ഒട്ടിച്ചപ്പം കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നെ കുറച്ച് അത്യാവശ്യം സ്റ്റിക്കേഴ്സും എന്തെങ്കിലുമൊക്കെ അവിടെ ആയിട്ടൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടിക്കുന്നത് ഫസ്റ്റ് ഒട്ടിച്ച് എടുത്തു കളഞ്ഞ വാഷി ടേപ്പാണ്. എന്തായാലും വേസ്റ്റ് ആയില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് ആ ഒരു ഫയലിലായിട്ടാണ് ഞാൻ വെക്കാറ്. ഒക്കെ എടുത്തിട്ട് ആ ഫയലിലേക്ക് കയറ്റി വെക്കും. എനിക്കെന്തായാലും കഴിഞ്ഞൊരു ജേർണൽ സ്പ്രെഡിനെക്കാട്ടും ഇത് ഇഷ്ടമായിട്ടുണ്ട്. ക്ലീൻ ലുക്ക് ഉണ്ട്, വലിച്ചു വാരി എഴുതിയ പോലെ ഇല്ല, എന്നാലും കുഴപ്പമില്ല. ഇനിയും ഇമ്പ്രൂവ് ആക്കാമല്ലോ. അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് വേണം. ഇനിയും ഇങ്ങനെ ചെയ്ത് നമുക്ക് ഈ ജേർണൽ പേജ് ഫുള്ള് ഫില്ല് ചെയ്യാം. ഇനി ഇതാ നെക്സ്റ്റ് ഡേ ആയി, അതായത് February 1. സ്കൈ അത്ര പിങ്കിഷ് ഒന്നുമല്ല, കാരണം 7 മണി ആയിട്ടുണ്ട്. ഞാൻ 6:30 എണീറ്റിട്ടുണ്ട്. പിന്നെ മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്ത് ടെറസിലേക്ക് എത്തുമ്പോഴേക്കും 7 മണി ആയിട്ടുണ്ട്. എന്തായാലും ഒരു 5 മിനിറ്റ് സ്കൈ ഒക്കെ നോക്കി നിന്നു. നല്ലതാണ് കേട്ടോ രാവിലെ സ്കൈ ഒക്കെ നോക്കി നിൽക്കുക. നിങ്ങളും നിങ്ങളുടെ ഡെയിലി റൊട്ടീനിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ആക്കാൻ നോക്കുക. രാവിലെയൊക്കെ എണീക്കുക. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാനൊക്കെ പോയിട്ടോ. കുളിച്ച് വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു, വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചു. അന്ന് ക്ലാസ്സും ഉണ്ടായിരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്തു വെച്ച, അതായത് കളയാൻ വേണ്ടി എടുത്തു വെച്ച പേപ്പേഴ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഞാൻ പുറത്തേക്ക് കളഞ്ഞു. എന്നിട്ട് ഞാൻ ക്ലാസ് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഫെബ്രുവരി ജേർണലിൽ കുറച്ച് പിങ്ക് വൈബിലൊക്കെ ആണല്ലേ ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനിന്ന് പിങ്കായിട്ട് പോവാന്ന്. പിന്നെ ഇതാ ബാഗൊക്കെ പാക്ക് ചെയ്ത് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്ത് വെച്ച് ഇറങ്ങാൻ നോക്കുകയാണ്. ഞാൻ ഇതിൻ്റെ മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നോട് വാട്ട്സ് ഇൻ മൈ ബാഗൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ബാഗിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവാറില്ല. ബുക്ക്, അന്നത്തെ ടൈം ടേബിളിലെ ബുക്ക് എടുക്കും, പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ടാവും, ലഞ്ച് ബോക്സ് ഉണ്ടാവും, പിന്നെ എന്താ അംബ്രല്ല കുട എടുക്കും, പിന്നെ ഇങ്ങനത്തെ ഒരു വാളറ്റ്, അതിൽ വാളറ്റ് എന്നൊക്കെ പറയാം, പേഴ്സ്, അതിലിങ്ങനെ പൈസ അങ്ങനെയൊക്കെ. പിന്നെ ഒന്നുമില്ല, ഒരു ടവൽ എടുക്കും, പൈസ ഞാൻ പറഞ്ഞല്ലോ അതെടുക്കും. പിന്നെ എന്താ പെന്ന് കാര്യങ്ങൾ അതേ ഉണ്ടാവാറുള്ളൂ. പിന്നെ കുറേ ബസ്സിലെ ടിക്കറ്റ്സ് ഉണ്ടാവും. എടുത്ത ടിക്കറ്റ്സ് ബാഗിലിടും. എന്നിട്ട് ഞാൻ കുറേ കഴിഞ്ഞിട്ട് അതാ പുറത്തേക്ക് കളയുക. അത്ര കാര്യങ്ങൾ എൻ്റെ ബാഗിൽ ഉണ്ടാവാറുള്ളൂ. ഫെബ്രുവരി ആയിട്ടുണ്ട്, പക്ഷേ കലണ്ടറൊന്നും മറിച്ചിട്ടിട്ടില്ല. അതൊക്കെ മറിച്ചിട്ട് ഒന്ന് വീക്ഷിച്ച് കലണ്ടറൊക്കെ ഒന്ന് നോക്കി ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടു. വീട്ടിൽ നിന്ന് ഇറങ്ങി. ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ് വെച്ചത് കൊണ്ട് തന്നെ ബസ്സിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് സീറ്റ് കിട്ടി, വീഡിയോസ് എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ ഞാൻ ഈ ഡോറിലൊക്കെ തൂങ്ങി പിടിച്ചിട്ടാണ് ക്ലാസ്സിൽ എത്താറ്. അതൊന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റില്ല. ഇത് ഉച്ച സമയമാണ് കേട്ടോ. ആ ഒരു സമയത്ത് വെറുതെ ക്ലാസ്സിലെത്തി എന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്താണ്. വൈകുന്നേരം ആയപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. എന്നിട്ട് കുളിച്ച് വന്നു. തല നനയ്ക്കാറില്ല വൈകുന്നേരം, കാരണം എനിക്ക് തുമ്മലുണ്ടാവും വൈകുന്നേരം കുളിച്ചാൽ. ഇപ്പോൾ രാവിലെ കുളിക്കാറ്. പിന്നെ ഒരു കട്ടനൊക്കെ കുടിച്ചു. ഇതാണ് പുതിയ ടേബിൾ. നിങ്ങൾക്കിങ്ങനെ ഞാനിങ്ങനെ റിവീൽ ചെയ്യാണ്ട് ആ മേക്ക് ഓവർ വീഡിയോയിൽ കണ്ടാൽ മതി അങ്ങനെയൊന്നും വെച്ചില്ല കേട്ടോ. നിങ്ങൾ വല്ലാണ്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ടെന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തന്നത്. ഞാൻ കുറേ സമയം ഉറങ്ങുകയൊക്കെ ചെയ്തത് രാത്രിയായി. കുറേ സമയം ഫോണിൽ നോക്കി ഉറങ്ങി. ഇപ്പോൾ എനിക്ക് ഇന്ന് പഠിപ്പിച്ചത് ഇന്ന് തന്നെ ഒന്ന് നോക്കണം എന്നുണ്ട്. കാരണം ക്ലാസ്സിന് നല്ല പക്കയായിട്ട് പഠിച്ചതാണ്. ഇന്നൊന്ന് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കിത് ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയി. ആദ്യം കട്ടിലൊക്കെ ഇരുന്ന് വായിച്ചു. ഞാൻ വിചാരിച്ചു എന്നാലും ടേബിളിൽ തന്നെ ഇരിക്കാം. അങ്ങനെ ടേബിളിലിരുന്ന് ഒന്ന് ഓടിച്ച് വായിച്ചു പോവുകയാണ്. അതുപോലെ നിങ്ങൾ ടേബിൾ കണ്ടല്ലോ, എന്താണോ എൻ്റെ കഴിഞ്ഞ ടേബിളിൽ വെച്ച കാര്യങ്ങൾ ആ സെയിം സാധനങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ ഒരു ടേബിളിൽ ഉള്ളത്. ഈ ഡ്രോയറിൻ്റെ ഒരു കുറവുണ്ട്. അതുകൊണ്ട് ആ ഡ്രോയറിലേക്ക് ഞാൻ കുത്തിക്കൊള്ളിച്ച് വെച്ച സാധനങ്ങളൊക്കെ ഞാനൊരു കാർഡ്ബോർഡ് പെട്ടിയിലാക്കിയിട്ട് വെച്ചതാണ്. ഇനി എന്തായാലും മേക്ക് ഓവറൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറേ പണികളുണ്ട്. എനിക്ക് ക്ലാസ് ഇല്ലാത്തൊരു ടൈം നോക്കി വേണം വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയൊന്നുമില്ല, ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടൊന്നുമില്ല. ഫോണിലൊക്കെ നോക്കി ഫുഡൊക്കെ കഴിച്ച് കിടന്നു.
അപ്പം അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.